നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു എം എൽ എ കുറിച്ചും എം എൽ എയുടെ ഭാര്യ പിണങ്ങിപ്പോയതും തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ ഞാൻ 2 ദിവസം വീഡിയോയിൽ ചെയ്തിരുന്നു. അതിലൊക്കെ ഒരുപാട് പേർ ആ വീഡിയോയുടെ അടിയിൽ വന്ന് എന്നെ തെറി പറയുകയും എന്നെ പൊക്കാലയിടുകയും എം എൽ എയുടെ പേര് പറയണം, അതാരാണ് എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. പക്ഷേ ഞാനത് ആ പേര് വെളിപ്പെടുത്താഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിച്ചാണ്. അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു പ്രചരണത്തിലും കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം മുഴുകി നിൽക്കുകയാണ്. അപ്പം ഞാനായി അദ്ദേഹത്തിന്റെ ഒരു പേര് വെളിപ്പെടുത്തി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകണ്ട, അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ നമ്മൾ കടന്നാക്രമിക്കണ്ട എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ പേര് വെളിപ്പെടുത്താൻ. പക്ഷേ നാട്ടുകാർക്കെല്ലാം അത് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായി അതാരാണെന്നും എന്താണെന്നും ഒക്കെ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നടന്ന സംഭവം എന്താണെന്ന് വെളിപ്പെടുത്തി. അപ്പോ ഇന്ന് ഒരു വാർത്താ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അവർ കാണാം, അവര് അടച്ചിട്ടിരുന്ന വീടിന്റെ കതക് തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ കണ്ടു. അവിടെ ഒരു സ്ത്രീയും ഒരു കുട്ടിയും എന്ന് പറഞ്ഞ് അവരോട് നിർത്തുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടത് അനുസരിച്ച്, എന്റെ അറിവ് ഞാൻ പറഞ്ഞു കേട്ടത് അനുസരിച്ചാണെങ്കിൽ 14 വയസ്സുള്ള ഒരു കുട്ടിയും ആ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ആ സ്ത്രീയോടൊപ്പം, അതിന്റെ മാതാവിനോടൊപ്പം ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തലിൽ പറയുന്നത്. പക്ഷെ കുട്ടിയെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ആ സ്ത്രീയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, കുട്ടിയെക്കുറിച്ച് പറയുന്നില്ല. സ്ത്രീയെ കാറിൽ കയറ്റി വിട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ആ കുട്ടിയെക്കുറിച്ച് പിന്നീട് പറയുന്നില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ എം എൽ എയുടെ ഭാര്യയുടെ പക്കലുണ്ട്. ആ നടന്ന സംഭവങ്ങളും അതിന്റെ ദൃശ്യങ്ങളൊക്കെ ചിത്രങ്ങളായാലും അതിന്റെ ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് വെളിപ്പെടുത്താം. പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് വേറെ രീതിയിലേക്കാണ് പോകുന്നത്. ഇത് മറ്റൊരു രീതിയിലേക്ക് ഇത് വഴിതിരിഞ്ഞു പോകും, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ ഒരു സ്ത്രീ മാത്രമല്ല, അവരുടെ മകളും കൂടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഇന്ന് ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എം എൽ എയുടെ ഭാര്യ പറഞ്ഞു നിർത്തിയത്. അത് ശരിയാണോ? അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് എം എൽ എയുടെ ഭാര്യ വെളിപ്പെടുത്തണം. ആ സ്ത്രീയെ കാറിൽ കയറ്റി വിട്ടു എന്നാണ് എം എൽ എയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയെ കുറിച്ച് പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ആദ്യം പറഞ്ഞു കുട്ടി സ്ത്രീയും കുട്ടിയും എന്നാണ്, പിന്നെ ആ കുട്ടിയെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് പറയണം, അത് വെളിപ്പെടുത്തണം. അത് എം എൽ എയുടെ ഭാര്യയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് വെളിപ്പെടുത്തണം. അതറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എം എൽ എയുടെ ഭാര്യ തന്നെ വെളിപ്പെടുത്തണം. ഇത് ഇന്ന് എം എൽ എ വലിയ വായിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് ഇതൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് പ്രേമമാണ്, അദ്ദേഹം പ്രേമത്തെ ആസ്വദിക്കുന്നു. അദ്ദേഹം കമ്പയർ ചെയ്തത് ആരൊക്കെയാണെന്ന് അറിയാം? മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും പിന്നെ എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും അതുപോലെ തന്നെ സിനിമ നടന്മാരെയും നടിമാരെയും അവരെയൊക്കെയാണ് കമ്പയർ ചെയ്തത്. അപ്പം അവരുടെ റേഞ്ചാണ് ഈ എം എൽ എക്കും. ചിരിക്കാൻ വേറെന്ത് വേണം? സത്യം പറഞ്ഞ ഇത്രയും അധപ്പതിച്ചു പോയോ? ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളണം?
എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. അത് അദ്ദേഹം ഇത് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മുഖഭാവം ശ്രദ്ധിച്ചു നോക്കണം. മാധ്യമങ്ങളുടെ മുന്നിൽ, ചാനലുകളുടെ മുന്നിൽ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ഒരു ചളിപ്പ്, ആ ഒരു ജാള്യത അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, മുഖലക്ഷണം നോക്കി പറയുന്ന ആളാണോ? അല്ല, ആർക്കും മനസ്സിലാക്കും. അദ്ദേഹത്തിന്റെ ആ വാർത്താ സമ്മേളനം കാണുന്ന ആർക്കും മനസ്സിലാക്കും. പിന്നെ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം മാധ്യമക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു NSSുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്നും അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടി. ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ സമ്പാദ്യമാണ് അവിടുത്തെ NSS. അച്ഛൻ എന്ത് മുതൽ മുടക്കിയെന്നാ പറയുന്നത്? അച്ഛന്റെ സമ്പാദ്യമാണോ NSS താലൂക്ക് യൂണിയൻ, പത്തനാപുരം താലൂക്ക് യൂണിയൻ അച്ഛന്റെ സമ്പാദ്യമാണ്? അച്ഛൻ ദീർഘകാലം അതിന്റെ പ്രസിഡന്റായി, അതിന്റെ അധ്യക്ഷനായിട്ടിരുന്നു. വളരെ നല്ല രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു താലൂക്ക് യൂണിയനാണ്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതിന്റെ പേരിലുണ്ടാക്കി, സ്കൂളും ഒക്കെ അതിന്റെ പേരിലുണ്ട്. ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി അത് നല്ല രീതിയിൽ, കരയോഗങ്ങളും എല്ലാം നല്ല രീതിയിൽ, ഒരു പരാതിക്കും ഇടവരാതെ, ഒരു പ്രശ്നങ്ങൾക്കും ഇടവരാതെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു താലൂക്ക് യൂണിയനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഇദ്ദേഹം അത് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു, അതിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. എന്തെല്ലാം ആരോപണങ്ങളാണ് അതിനുശേഷം ഉണ്ടായത്? അച്ഛന്റെ കാലത്ത് അതൊന്നും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ കാലത്ത് എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പത്മ കഫയുടെ പേരിൽ കോടികളുടെ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത്, ഇനിയും ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ യോഗ്യനല്ല. ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹം മാന്യമായിട്ട് രാജിവെച്ച് പോകണം. എന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തെ നേരിടണം. സത്യാവസ്ഥ അവിടുത്തെ ആളുകൾക്ക്, NSSലെ ആളുകൾക്ക് അറിയണം, ജനത്തിനറിയണം. അത് ബോധ്യപ്പെടുത്താൻ MLA ബാധ്യസ്ഥനാണ്. MLAക്ക് മാത്രമേ അതിന് പൂർണ്ണ ഉത്തരവാദിത്വമുള്ളൂ. കാരണം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ MLA അത് ചെയ്യണം. ചെയ്യാതിരുന്നാൽ താങ്കൾ സംശയത്തിന്റെ മുൾമുനയിൽ തന്നെയാണ് എക്കാലവും നിൽക്കുക. അതിന് ഇടവരുത്താതെ അത് അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണത്തെ നേരിട്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം.